നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് CPIക്ക് യാതൊരു അതൃപ്തിയുമില്ലെന്ന് മന്ത്രി കെ രാജൻ. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലീഗ് സ്വന്തം കഴിവുകേടുകൾ മറയ്ക്കുവാൻ സർക്കാരിനെ വിമർശിക്കുകയാണെന്നും മന്ത്രി. കടൽക്ഷോഭം കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നാവശ്യം. ചെമ്പരിക്ക പൗരസമിതി കളക്ട്രേറ്റ് മാർച്ച് നടത്തി. അനധികൃത മണൽക്കടത്തിനെതിരെ നടപടി ശക്തമാക്കി കുമ്പള പോലീസ്. ചരിത്രത്തിൽ ആദ്യമായി ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് 2 പേരെ അറസ്റ്റ് ചെയ്തു. റോഡ് കൊട്ടിയടച്ചതോടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടമായി. മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുമ്പള ആരിക്കാടി കടവത്ത് ആരിക്കാടി ഓൾഡ് റോഡ് നിവാസികൾ പ്രതിഷേധം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുവത്തൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് ചെറുവത്തൂരിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രമേയം. ഓണക്കനി നിറപ്പൊലിമ. ഇത്തവണയും മലയാളക്കരയുടെ നാട്ടുമണ്ണിൽ വിരിഞ്ഞ ചെണ്ടുമല്ലി ഓണപ്പൂക്കളങ്ങളിൽ നിറയും. വാർത്തകൾ വിശദമായി. വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട CPIക്ക് യാതൊരു അതൃപ്തിയുമില്ലെന്ന് മന്ത്രി കെ രാജൻ. കൂടിയാലോചനകൾക്ക് ശേഷമെടുത്ത തീരുമാനമാണിതെന്നും ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും മന്ത്രി കാസർഗോട്ട് വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം ഓണപ്പതിപ്പിൽ വന്നെന്ന് കരുതി CPIയുടെ അഭിപ്രായമാവില്ലെന്ന് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. വയനാട്ടെ മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ലീഗ് സ്വന്തം കഴിവുകേടുകൾ മറയ്ക്കുവാൻ സർക്കാരിനെ വിമർശിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. നവീൻ ബാബു വിഷയത്തിൽ റവന്യൂ വകുപ്പിന്റെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അതിൽ മാറ്റമില്ലെന്നും കോടതി പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുവാൻ കഴിയില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. വയനാട് തുരങ്കപാത ഗവൺമെൻറ് നല്ലതുപോലെ ആലോചിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും നടത്തുന്ന റവന്യൂ വകുപ്പുമാണ്. ഏതാണ്ട് എൻ്റെ ധാരണ 11.5 ഹെക്ടർ ഭൂമിയോ മറ്റോ ഏറ്റെടുക്കാനുണ്ട്. അതിലൊരു 6 ഹെക്ടർ ഭൂമിയോളം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ വിധത്തിൽ ആ പാത കൊണ്ടുവരുന്നതിൽ ഗവൺമെൻറ് ഒരുമിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. എന്താണ് പ്രത്യേകമായ പ്രശ്നം എന്നുള്ളത് കണ്ടില്ല. TLB ആണ് ലീഗിനെതിരായിട്ടല്ല, ലീഗ് ഭൂമി മേടിച്ചവർക്കെതിരായി ഒരു നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അന്ന് ലീഗ് പറഞ്ഞത് ആ ഭൂമി ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ്. അത് തെളിയിക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥന്മാർക്കാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അവരവർ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മുഴുവൻ ഈ സർക്കാരിൻ്റെ മേത്ത് കുതിര കയറുന്നത് എന്തിനാണെന്നാണ്. ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാൻ പിരിച്ച കാശ് ചെലവഴിച്ചിട്ടില്ല എന്നുള്ള ആരോപണം ഉണ്ടായപ്പോൾ ഭൂമി സർക്കാർ തരാത്തതുകൊണ്ടാണെന്ന് ഒരു സംഘം ആരോപണം ഉന്നയിച്ചു. സർക്കാർ തന്നെ ഭൂമി 45 കോടി രൂപ കൊടുത്തിട്ട് ഏറ്റെടുത്തതാണ്. 7.5 മാസം കേസ് നടത്തി ഏറ്റെടുത്ത ഭൂമിയാണ്. സർക്കാർ പണം കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. ആ സർക്കാരിനോട് ഞങ്ങൾക്ക് നിങ്ങൾ ഭൂമി തന്നില്ല എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഒരു ടൈപ്പ് അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിവേദനം നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായതായിട്ട് ആർക്കും അറിയില്ല. എന്നിട്ടും പിരിച്ച കാശ് സംബന്ധിച്ചിട്ടുള്ള തർക്കം ഉണ്ടായാൽ നേരെ സർക്കാരിൻ്റെ നെഞ്ഞത്ത് കയറേണ്ട ഒരു കാര്യമില്ല. ലീഗിൻ്റെ ഒരു വാർത്ത ഞങ്ങൾ കേട്ടു. ഞങ്ങളെ കുറച്ചു കാലം ഇങ്ങനെ ചില തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ ബോധപൂർവം സർക്കാർ വരുത്തിയ. സർക്കാർ ആർക്കും ഒരു നിയമ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. നവീൻ ബാബുവായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ നടപടിക്രമങ്ങളും പോകുന്നുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ധാരണ. അതാ വിധത്തിൽ പോകട്ടെ. അതിൽ എൻ്റെ നിലപാടും റവന്യൂ വകുപ്പിൻ്റെ നിലപാടും നേരത്തെ തന്നെ കൃത്യമായിട്ട് നേരിട്ടും ഫയലിൽ ഞങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. നവീൻ ബാബുവിനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിധത്തിൽ രേഖാമൂലമോ അല്ലാതെയോ ഒരാക്ഷേപവും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് ഏറ്റവും ആധികാരികമായി തന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു മാറ്റവുമില്ല. നവീൻ ബാബുവിനെ സംബന്ധിച്ച് മരണത്തിന് മുമ്പോ ശേഷമോ സംശയിപ്പിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമാവുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തതായിട്ടുള്ള ഒരഭിപ്രായവും ഇല്ല എന്ന് മരണത്തിൻ്റെ മണിക്കൂറുകൾക്കകം ഞാൻ പറഞ്ഞിരുന്നു. ആ അഭിപ്രായം തന്നെ ഇപ്പോഴും എപ്പോഴും പറയുന്നു. കാരണം അതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. ആ അഭിപ്രായത്തിൽ ഉറച്ചു. ചെമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. കടൽക്ഷോഭം കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്നും ഈ സാഹചര്യത്തിൽ സുരക്ഷയ്ക്കായി കരിങ്കല്ല് കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മിച്ച് ജീവനും സ്ഥലത്തിനും വീടുകൾക്കും സുരക്ഷ ഒരുക്കിത്തരണമെന്നും നഷ്ടമായവയ്ക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. CH കുഞ്ഞമ്പു MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് ചെമ്പരിക്ക പ്രദേശത്ത് ഉണ്ടാവുന്നത്. നിലവിൽ കുറേ സ്ഥലങ്ങളും വീടുകളും തെങ്ങുകളും പ്രദേശവാസികൾക്ക് നഷ്ടമായി. പലരും കൂലിപ്പണിയെടുത്താണ് ജീവിതം പുലർത്തുന്നത്. അതിനാൽ തന്നെ ഇനിയൊരു നഷ്ടം ഇവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷയ്ക്കായി കരിങ്കല്ല് കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മിച്ച് ജീവനും സ്ഥലത്തിനും വീടിനും സുരക്ഷ ഒരുക്കിത്തരണമെന്നും നഷ്ടപ്പെട്ടവയ്ക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചെമ്മനാട് പഞ്ചായത്തിൽപ്പെട്ട 20-ാം വാർഡ് ചെമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത്. BC റോഡ് പരിസരത്ത് നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നടപടി ആവശ്യപ്പെട്ട് ശക്തമായ മുദ്രാവാക്യം വിളികളാണ് ഉയർന്നത്. CH കുഞ്ഞമ്പു MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിലുള്ള കണ്ടെത്തൽ കൊണ്ട് കാര്യമില്ല. പെട്രോപോളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല നിലയിലുള്ള കടലാക്രമണ പ്രതിരോധ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അതിനുവേണ്ടി ഒരു DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോടികൾ കൊണ്ട് ചെറിയ പൈസയൊന്നുമാണ് കാര്യമല്ല. എവിടെയും കൊണ്ടുപോയിട്ട് ഒരു ജിയോ ബാഗിൽ കുറച്ച് പൊടി കുറച്ചിട്ട് ഒരു തൽക്കാലത്തേക്കല്ലാതെ ഒരു രക്ഷയും ഉണ്ടാവില്ല. അതൊന്നും ഒരു പരിഹാരമേ അല്ല. അതുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. എത്ര കോടി രൂപ വേണമെങ്കിലും അത് കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ സമീപിച്ച് ഒരു പ്രോജക്റ്റ് വരും. ആദ്യം പ്രോജക്റ്റ് പോകണം. അതിനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ചെമ്പരിക്ക കടപ്പുറം ഉൾപ്പെടെ ഉണ്ട്. ഈ പ്രദേശത്തെല്ലാമുള്ള കടലാക്രമണ പ്രദേശങ്ങളിൽ ഓരോ സ്ഥലത്തും ഉള്ള ശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാക്കി അതിന് DPR സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ ബന്ധപ്പെട്ട് ആവശ്യമായ പണം കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീലാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബദറുൽ മുനീർ, വാർഡ് മെമ്പർമാരായ അഹമ്മദ് കല്ലട്ര, ആയിഷ അബൂബക്കർ, ദാവൂദ് CK, താജുദ്ദീൻ ചെമ്പരിക്ക, ഹംസ CA, ഷെരീഫ് CM, CH മുഹമ്മദ്, അബ്ദുറഹിമാൻ തുരുത്തി, കരുണൻ, റിയാസ് PM, അബ്ദുല്ല CM കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അനധികൃത മണൽക്കടത്തിനെതിരെ നടപടി ശക്തമാക്കി കുമ്പള പോലീസ്. ചരിത്രത്തിൽ ആദ്യമായി മണൽ കടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കുമ്പള പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഒമിനി വാൻ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആരിക്കാടിയിലെ മൻസൂർ അലി, പെറുവാടിലെ ജുസൈർ എന്നിവരെയാണ് കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PK ജിജേഷ്, SI ശ്രീജേഷ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കുമ്പള ആരിക്കാടിയിൽ അനധികൃത കടവിൽ നിന്നും ഒമ്നി വാനിൽ 25 ചാക്ക് മണൽ കടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ആരിക്കാടിയിലെ മൻസൂർ അലി, പെർവാഡിലെ ജുസൈർ എന്നിവരെ കുമ്പള പോലീസ് പിടികൂടിയത്. സർക്കാർ സ്ഥലത്ത് നിന്നും പൊതുമുതൽ കളവ് ചെയ്ത് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു എന്ന 305 വകുപ്പാണ് ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടെ ഇവരെ കോടതിയിൽ ഹാജരാക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് കുമ്പള പോലീസ് മണൽക്കടത്തിന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് പിടികൂടിയവരെ കോടതിയിൽ ഹാജരാക്കുന്നത്. മുമ്പ് മണൽക്കടത്തിന് പിടികൂടിയാൽ സ്റ്റേഷനിൽ നിന്നും ആൾജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു പതിവ്. മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് 1 മാസം മുൻപ് കുമ്പള പോലീസ് സ്റ്റേഷനിൽ നിന്നും 5 പോലീസുകാരെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മണൽ മാഫിയയ്ക്കെതിരെ കുമ്പള പോലീസ് നടപടി ശക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുഞ്ചത്തൂർ കണ്ണുതീർത്ത കടൽക്കരയിൽ നിന്നും വ്യാപകമായ രീതിയിൽ മണൽ കടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ടിപ്പർ ലോറികൾ എത്തുന്നതും മണൽ കടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തന്നെ കുണ്ടുകൊളക്ക ബീച്ച് പരിസരത്ത് നിന്നും വ്യാപകമായ രീതിയിൽ മണൽ കടത്ത് നടക്കുന്നതായുള്ള പരാതിയുമുണ്ട്. കണ്ണുതീർത്ത കടൽക്കരയിൽ നിന്നും മണൽ കടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നതിന് ശേഷമാണ് അവിടെ നിന്നും മാറി ഇപ്പോൾ കുണ്ടുകളക്ക ബീച്ചിലേക്ക് മണൽ മാഫിയ കടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി സമയങ്ങളിൽ വ്യാപകമായ രീതിയിൽ മണൽ കടത്ത് നടക്കുന്നതായും പോലീസ് വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. അബ്ദുറഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കൊട്ടിയടച്ചതോടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കുമ്പള ആരിക്കാടി കടവത്ത് ആരിക്കാടി ഓൾഡ് റോഡ് നിവാസികൾ, വിദ്യാർത്ഥികളും പ്രായമായവരും തൊഴിലാളികളുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പരിഹാരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരത്തിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അണിനിരന്നു.
കുമ്പള ആരിക്കാടി കടവത്ത് ആരിക്കാടി ഓൾഡ് റോഡ് പ്രദേശത്തെ 3000-ൽ പരം മത്സ്യമേഖലയിലുള്ള ജനങ്ങളും വിദ്യാർത്ഥികളുമാണ് സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട് ദുരവസ്ഥയിൽ കഴിയുന്നത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കൊട്ടിയടച്ചതാണ് നാട്ടുകാർക്ക് ഇത്തരമൊരു ദുരവസ്ഥ വരുവാൻ കാരണമായത്. വിഷയത്തിൽ പലതവണ MLAക്ക് നിവേദനം നൽകിയിട്ടും ഒരു ഗുണവുമുണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ദുരിതത്തിന് പരിഹാരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അണിനിരന്നു. റോഡ് മുറിച്ചു കടക്കുവാൻ വഴിയില്ലാത്തത് കാരണം സ്കൂളിലേക്ക് പോകുവാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന് പ്രദേശത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞു. കാറെല്ലാം സ്പീഡിൽ വരും. ഞങ്ങൾക്ക് മേൽപ്പാലം വേണം. ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകാൻ വയ്യില്ല. ഞങ്ങൾ ഉപ്പന്മാർ കട്ടിലി പണിക്ക് പോകുന്നു. ഞങ്ങൾ മുയൽ തുള്ളിയിട്ട് പോകണം. വണ്ടിയെല്ലാം സ്പീഡിൽ വരുന്നു. ഞങ്ങൾ ഇനി പോകേണ്ടത് 3.5 കിലോമീറ്റർ അപ്പുറത്തെല്ലാം പോകണം. നമുക്ക് മേൽപ്പാലം തന്നില്ല കാവല. റോഡ് കൊട്ടിയടച്ചതോടെ പ്രദേശവാസികൾക്ക് വഴിയില്ലാതായിരിക്കുകയാണെന്നും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതെന്നും പ്രദേശവാസിയായ ഖാലിദ് ആരിക്കാടി പറഞ്ഞു. റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇവിടെ ഓപ്പണായിരുന്നു ഈ രണ്ട് റോഡ് ഒരു ചൈനീസ് വൻമതിൽ പോലെ അടച്ചു വെച്ചിരിക്കും. ഇവിടെയുള്ള ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ്. ദിവസം 100 കണക്കിന് കുട്ടികളും പ്രായമായവരും മത്സ്യത്തൊഴിലാളികളും വർക്കിനും ജോലി സ്ഥലത്തോട്ട് ദിവസേന യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് കൊട്ടിയടക്കപ്പെട്ടത്. ഇതുമൂലം ഈ ഹോസ്പിറ്റലിലോട്ട് ഓൾഡ് റോഡിലുള്ളവർ വരണമെങ്കിൽ ഏകദേശം ആരിക്കാടിയിലേക്ക് 1.5 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ചു വേണം ഇവിടെ ഹോസ്പിറ്റലിലെത്താൻ. ഈ സ്കൂളിലോട്ട് വരുന്നവരിൽ പിഞ്ചു കുട്ടികൾ ഒന്നിക്കൽ ബാരിക്കേഡ് ചാടിക്കടന്ന് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ വഴി കൂടി 1 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് 5, 6, 7 വയസ്സുള്ള പിഞ്ചു കുട്ടികൾ ഇവിടെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയാണ്. ദുരിതം പേർന്ന് ഞങ്ങൾ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്കൊരു ഫുട്ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് നൽകുക. നാട്ടുകാരുടെ പ്രതിഷേധ പരിപാടി ആരിക്കാടി കടവത്ത് ജമാഅത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇർഷാദ്, കലന്തർ ആരിക്കാടി, മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് കോവിഡ് കാലം വരെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുവത്തൂർ ഏരിയ സമ്മേളനം റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടു. അസോസിയേഷൻ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി N. സുകന്യ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ, പെരളം, കയ്യൂർ, ചീമേനി, പിലിക്കോട്, പടന്ന, വലിയപറമ്പ്, ചെറുവത്തൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിറ്റാണ്ടുകളോളമുണ്ടായ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി N. സുകന്യ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് K. ശകുന്തള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PC. സുബൈദ, സെക്രട്ടറി M. സുമതി, സംഘാടക സമിതി ചെയർമാൻ T. നാരായണൻ, MPV ജാനകി, M. ശാന്ത, E. ചന്ദ്രമതി, TK. സുബൈദ, MV. സുമ, KP. രചനി, KV. ശോഭന എന്നിവർ സംസാരിച്ചു. ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC. സുബൈദയെ അനുമോദിച്ചു. N. സുകന്യ ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 12 വയസ്സുകാരൻ മിഥിലാജ് പാടിത്തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട സംഭവം നാൽത്തടുക്ക വെള്ളൂരടുക്ക ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി. ശനിയാഴ്ച വൈകുന്നേരം പാടിത്തോടിന് സമീപമാണ് മിഥിലാജ് കാൽവഴുതി ഒഴുക്കിൽപ്പെട്ടത്. 6:30 മണിയോടെ ആലമ്പാടിയിലെ താൽക്കാലിക തടയണയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മധുവാഹിനിപ്പുഴയുടെ കൈവഴിയായ പാടിത്തോടിന് സമീപം ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും ഫോട്ടോയെടുക്കുകയും ചെയ്യുന്നതിനിടയിലാണ് കാസർഗോഡ് നാൽത്തടുക്ക വെള്ളൂരടുക്കയിലെ പരേതനായ ഹസൈന സെമീറ ദമ്പതികളുടെ മകനായ മിഥിലാജ് ഒഴുക്കിൽപ്പെട്ടത്. ഫോട്ടോ എടുക്കുന്നതിനിടെ കാൽവഴുതി മിഥിലാജ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു.
ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും കുട്ടിയെ കണ്ടെത്തുവാനായില്ല. വൈകുന്നേരം 6:30 മണിയോടെ ആലമ്പാടിയിലെ താൽക്കാലിക തടയണയിൽ കുടുങ്ങിയ നിലയിലാണ് മിഥിലാജിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. മിഥിലാജിൻ്റെ അപകടമരണം ഒരു ഗ്രാമത്തെ തന്നെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമായി മാറി. ആലമ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ 12കാരൻ. സാബിത്ത്, ബാസിത്ത്, ബാസിൽ, ഷഹല എന്നിവർ സഹോദരങ്ങളാണ്. 2 വർഷം മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് മിഥിലാജിൻ്റെ വിയോഗം താങ്ങുവാനാകാത്ത മറ്റൊരു വേദനയായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ടൂറിസം വകുപ്പും കാസർഗോഡ് ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ഓണം നാടിൻ്റെ ഉത്സവമാക്കുന്ന തരത്തിൽ ചെറുവത്തൂരിൽ ഒരാഴ്ച നീളുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പൂക്കള മത്സരത്തോടെയാണ് ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കമായത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വ്യത്യസ്ത കലാകായിക മത്സരങ്ങളും പ്രമുഖ കലാകാരന്മാരുടെ സംഗീത വിരുന്നും നാടൻ കലാപരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 7 വരെ നീളുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എം രാജഗോപാലൻ MLA നിർവഹിക്കും. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കലാസാംസ്കാരിക പരിപാടികൾ ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുക. സെപ്റ്റംബർ 2-ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ് മത്സരം നടക്കും. വിദ്യാർത്ഥികൾക്ക് യഥാക്രമം 1 മുതൽ 3 സ്ഥാനം വരെ 3000, 2000, 1000 രൂപ വീതം പ്രൈസ് മണി നൽകും. 2-ന് വൈകുന്നേരം 4 മണിക്ക് ചെറുവത്തൂർ ടൗണിലെ പുതിയ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പുരുഷ വനിതാ കമ്പവലി മത്സരം നടക്കും. ഇരു വിഭാഗത്തിലെയും 1-ാം സ്ഥാനക്കാർക്ക് 12,000 രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 8,000 രൂപയും 3-ാം സ്ഥാനക്കാർക്ക് 4,000 രൂപ വീതവും പ്രൈസ് മണി നൽകും. 4-ാം സ്ഥാനത്തെത്തുന്ന ടീമുകൾക്ക് 3,000 രൂപ വീതമാണ് പ്രോത്സാഹന സമ്മാനം. സെപ്റ്റംബർ 3-ന് വൈകുന്നേരം 4:30-ന് ചെറുവത്തൂർ ടൗണിൽ ഓണം സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് ഓണാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എം രാജഗോപാലൻ MLA നിർവഹിക്കും. സെപ്റ്റംബർ 3-ന് വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം അപർണ ശർമ്മ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും തുടർന്ന് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡിൻ്റെ തനത് കലാപരിപാടികളും അരങ്ങേറും. സെപ്റ്റംബർ 4-ന് വൈകുന്നേരം 5 മണിക്ക് ചെറുവത്തൂർ ജയശ്രീ ജയരാജും സംഘവും കൈകൊട്ടിക്കളിയും ഒപ്പനയും അവതരിപ്പിക്കും. കലാമണ്ഡലം അഭിജോഷിൻ്റെ ചാക്യാർകൂർത്ത്, സജീവൻ ഇടയിലക്കാടിൻ്റെ ഗസൽ തേന്മഴ, രാത്രി 7:30-ന് പ്രമുഖ ഗായിക പുഷ്പാവതി നയിക്കുന്ന ഉത്രാട സന്ധ്യ സംഗീത വിരുന്നും നടക്കും. സെപ്റ്റംബർ 5-ന് നെല്ലിക്കാതുരുത്തി പൂരക്കളി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പൂരക്കളി ഉൾപ്പെടെ നടക്കും. സെപ്റ്റംബർ 6-ന് മോഹിനിയാട്ടം, രാത്രി കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഓണനിലാവ് സംഗീത നിശ, 7-ന് സമാപന ദിവസം സിനിമാറ്റിക് ഡാൻസ് ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും. വാർത്താസമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, DTPC സെക്രട്ടറി KJ ജിജേഷ് കുമാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഒരാഴ്ച നീളുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ട് ചെറുവത്തൂർ പഞ്ചായത്ത് ഹാളിൽ തിങ്കളാഴ്ച നടന്ന കാസർഗോഡ് ജില്ലാതല പൂക്കള മത്സരത്തിൽ ഉദുമ മധു കൊക്കാലും സംഘവും 1-ാം സ്ഥാനം നേടി. ചെറുവത്തൂരിലെ CV ഗിരീശനും സംഘത്തിനുമാണ് 2-ാം സ്ഥാനം. പിലിക്കോട് മാണിയാട്ടെ P പ്രവീണയും സംഘവും 3-ാം സ്ഥാനം നേടി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുടുംബശ്രീ CDS ഇടപെടലിൽ ഇത്തവണയും മലയാളക്കരയുടെ നാട്ടുമണ്ണിൽ വിരിഞ്ഞ ചെണ്ടുമല്ലി ഓണപ്പൂക്കളങ്ങളിൽ നിറയും. ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലുമായി 21 JLG ഗ്രൂപ്പുകളാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. പൂക്കൾ വിടരുന്ന വേളയിലുണ്ടായ കനത്ത മഴ ഭീഷണിയാകുമെന്ന ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും അതിനെ അതിജീവിച്ച് നല്ല വിളവ് കുടുംബശ്രീ നിയന്ത്രണത്തിലുള്ള വിവിധ JLG ഗ്രൂപ്പുകൾ നേടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് കീഴിൽ 21 JLG ഗ്രൂപ്പുകൾ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ പഞ്ചായത്ത് തല വിളവെടുപ്പ് പേക്കടത്ത് നടന്നു. പഞ്ചായത്ത് അംഗം M ഷൈമ, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിന് 21 വാർഡിലെ JLG ഗ്രൂപ്പ് അംഗങ്ങൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് 2-ാം വാർഡിൽ നടന്നത്. 2-ാം വാർഡ് പവിഴം JLGയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വിളവെടുപ്പ് നടന്നത്. ഒരുപാട് ഡിമാൻഡ് ഇന്ന് നാളെ സ്കൂളിൽ ഓണായതുകൊണ്ട് ഒരുപാട് ഡിമാൻഡ് ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാണ് ഈ കൊടുമഴയത്തും കൂടെ നമ്മൾ കുറച്ചിട്ട് വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നത്. പേക്കടത്ത് 2-ാം വാർഡിലെ പവിഴം JLGയുടെ ചെണ്ടുമല്ലി വിളവെടുത്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അഗ്രി റിസോഴ്സ് പേഴ്സൺ P പ്രസീത, JLG അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ഓണക്കാലത്തോടനുബന്ധിച്ച് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ട് ഒരുക്കിയ സമ്മാന പദ്ധതിയായ നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫറിൻ്റെ 6ാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സ്വദേശിനി ദക്ഷ കെ വിഷ്ണുദേവാണ് വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ നിന്നുമാണ് വിജയിയായ ദക്ഷ കെ വിഷ്ണുദേവ് പർച്ചേസ് നടത്തിയത്. നമസ്കാരം. ഗോപു നന്ദല ജിമാർട്ട് അത്തം പത്തോണം ഡെയിലി 1 lakh rupees ക്യാഷ് പ്രൈസ് ലാക്പതി ഓഫറിന്റെ 6ാമത്തെ വിജയെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു കസ്റ്റമറെ നമ്മൾ ക്ഷണിക്കുകയാണ്. സർ, പേരെന്താണ്? കൂപ്പൺ നമ്പർ 55819. നന്ദിലത്ത് ജിമാർട്ട് ഈരാറ്റുപേട്ടയിലാണ് ദക്ഷ കെ വിഷ്ണുദേവ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഇന്നത്തെ 6ാമത്തെ വിജയിയായി നമ്മൾ ലാക്പതി ഓഫറിലൂടെ പ്രഖ്യാപിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ ബസ് യാത്രക്കാരനെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു. ജാർഖണ്ഡിലെ ലത്തേഹാർ ജില്ലയിലെ ഭീംഷുംബന്ദ് വില്ലേജിൽ രേവന്ത് കുർദ് ദേശത്തെ രവീന്ദ്ര തിവാരിയുടെ മകൻ ആശിഷ് കുമാർ തിവാരിയാണ് എക്സൈസിന്റെ പിടിയിലായത്. 120 ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഡിപ്പോയിലേക്ക് വരികയായിരുന്ന കർണാടക കോർപ്പറേഷൻ ട്രാൻസ്പോർട്ട് ബസ് മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ആശിഷ് കുമാർ തിവാരിയുടെ കൈവശം കഞ്ചാവ് കണ്ടെത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസും സംഘവും നടത്തിയ പരിശോധനയിൽ 120 ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. സംഭവത്തിൽ NDPS കേസെടുക്കുകയും തുടർ നടപടികൾക്കായി പ്രതിയെയും കേസ് റെക്കോർഡുകളും തൊണ്ടി മുതലും കുമ്പള റേഞ്ചിന് കൈമാറുകയും ചെയ്തു. പരിശോധനാ സംഘത്തിൽ പ്രിവൻറ്റീവ് ഓഫീസർ ജിജിൻ MV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽ, സജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വലിയ പറമ്പ് ഇടയിലക്കാട് കാവിലുള്ള അപൂർവമായ ഓരിലത്താമര നിരീക്ഷിക്കുന്നതിനായെത്തിയ കുരുന്നുകൾക്ക് അത് പുതിയ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ഓരിലത്താമര നിരീക്ഷണം നടത്തിയത്. പുതുമഴയിൽ പൂവോടുകൂടി പ്രത്യക്ഷപ്പെട്ട് വർഷത്തിൽ 6 മാസം മാത്രം ജീവിച്ച് മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന അപൂർവ സസ്യമാണ് ഓരില. ഒരില മാത്രമുള്ള ജീവിതചക്രം പൂർത്തിയാക്കി അടുത്ത 6 മാസം മണ്ണിനടിയിൽ കിഴങ്ങിനെ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന സസ്യത്തിൻ്റെ ജീവിതചക്രം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഓരിലത്താമര എന്ന സസ്യത്തിൻ്റെ 2 ഇനങ്ങളുള്ള കാവാണ് ഇടയിലക്കാട്ടിലെ 15 ഏക്കർ വിസ്തൃതിയുള്ള കാവ്. നെർവീലിയ പ്രൈനിയാന, നെർവീലിയ ഇൻഫുണ്ടി ബൈഫോളിയ എന്നിവയാണ് ഈ 2 ഇനങ്ങൾ. ശരാശരി 5 മീറ്റർ വ്യാസമുള്ള താമര ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള നിലംപറ്റി വളരുന്ന ഒരുതരം നില ഓർക്കിഡാണിത്. മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങയുടെ വലിപ്പത്തിലുള്ള ചെറിയ തരം കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചു വരിക. നേർത്ത തണ്ടിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിൻ്റെ ആയുസ് ഒരാഴ്ചക്കാലമേ നീളൂ. പിന്നീടാണ് സസ്യത്തിൻ്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെട്ട് നവംബർ മാസത്തോടെ മണ്ണിലേക്ക് തിരിച്ചു പോവുക. വൃക്ക, ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഔഷധമായി ഇതിൻ്റെ കിഴങ്ങ് പഴയകാലത്ത് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ച് വന്നിരുന്നു. ഓരിലത്താമരകളുടെ എണ്ണം കുറഞ്ഞതോടെ ഇന്ന് ഔഷധത്തിന് ഉപയോഗിക്കുവാനും പറ്റാറില്ല. കാവിൻ്റെ 3 ഭാഗങ്ങളിലായി കാണപ്പെട്ടിരുന്ന ഈ സസ്യത്തെ കുട്ടികൾ ഇത്തവണ നിരീക്ഷിച്ചപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് എണ്ണം കുറഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ഇലയുടെ വലിപ്പത്തിലും കുറവുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അതിശക്തമായ മഴയിൽ കാവിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതാകാം ഇതിന് കാരണമെന്ന് അനുമാനിക്കപ്പെട്ടു. ഓരില നിരീക്ഷണത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ P. വേണുഗോപാലൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി ഡോക്യുമെൻ്ററി സംവിധായകനുമായ കൃഷ്ണദാസ് പലേരി എന്നിവർ നേതൃത്വം നൽകി. കാവിൻ്റെ 4 വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരിലത്താമര നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഒരിലത്താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് വലിയ നിലയിൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഈ ഒരിലത്താമരകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഗ്രന്ഥാലയത്തിൻ്റെയും അതേപോലെ തന്നെ ബാലവേദിയിലെ കുട്ടികളും അത്തരത്തിലുള്ള ഒരു സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു നിരീക്ഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് K. സത്യവ്രതൻ, KV രമണി, C. ജലജ, PV സുരേശൻ, M. പ്രമോദ്, KP ഗിരിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കാസർഗോഡ് നിയോജക മണ്ഡലം ഓണം ഫെയർ തുടങ്ങി. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നിയോജക മണ്ഡലം ഓണം ഫെയർ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് സപ്ലൈകോ പീപ്പിൾ ബസാറിൽ തുടങ്ങി. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. വളരെ നല്ല സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ കിട്ടുന്നു എന്നത് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. ഇത് നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം. റേഷൻ കാർഡ് വഴിയാണ് ഇത് നൽകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സംവിധാനം നിയമം എന്താണോ നമ്മളോട് പറയുന്നത് ആ നിയമം അനുസരിച്ച് എല്ലാവരും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കണം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സപ്ലൈകോ ഡിപ്പോ മാനേജർ KT സജീഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KT കിഷോർ, സുബൈർ പടുപ്പ്, അഡ്വക്കേറ്റ് KM ഹസൈനാർ, അബ്ദുറഹിമാൻ ബാങ്കോട്, ഹസൈനാർ നുള്ളിപ്പാടി, നാഷണൽ അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. സപ്ലൈകോ ഔട്ട്ലെറ്റ് മാനേജർ R വിജയകുമാർ സ്വാഗതവും AK നിഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ ഓണ മത്സരങ്ങളോടെയും പൂക്കളമൊരുക്കിയുമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ സുനിത വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു. വിവിധ ഓണ മത്സരങ്ങളോടെയും പൂക്കളമൊരുക്കിയുമായിരുന്നു ഓണാഘോഷം നടന്നത്. അധ്യാപകർ കൈകൊട്ടിക്കളി നൃത്തം അവതരിപ്പിച്ചത് മനോഹരമായ ഓണക്കാഴ്ചയായി. വിദ്യാർത്ഥികൾക്കായി വിവിധ ഗെയിമുകളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഓണ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ്, PTA അസോസിയേഷൻ അംഗങ്ങൾ, SMC അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അബ്ദുറഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് CPIക്ക് യാതൊരു അതൃപ്തിയുമില്ലെന്ന് മന്ത്രി K രാജൻ. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലീഗ് സ്വന്തം കഴിവുകേടുകൾ മറയ്ക്കുവാൻ സർക്കാരിനെ വിമർശിക്കുകയാണെന്നും മന്ത്രി. കടൽക്ഷോഭം കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നാവശ്യം. ചെമ്പരിക്ക പൗരസമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. അനധികൃത മണൽക്കടത്തിനെതിരെ നടപടി ശക്തമാക്കി കുമ്പള പോലീസ്. ചരിത്രത്തിൽ ആദ്യമായി ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് 2 പേരെ അറസ്റ്റ് ചെയ്തു. റോഡ് കൊട്ടിയടച്ചതോടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടമായി. മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുമ്പള ആരിക്കാടി കടവത്ത് ആരിക്കാടി ഓൾഡ് റോഡ് നിവാസികൾ പ്രതിഷേധം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുവത്തൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് ചെറുവത്തൂരിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രമേയം. ഓണക്കനി നിറപ്പൊലിമ. ഇത്തവണയും മലയാളക്കരയുടെ നാട്ടുമണ്ണിൽ വിരിഞ്ഞ ചെണ്ടുമല്ലി ഓണപ്പൂക്കളങ്ങളിൽ നിറയും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.